ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റും. എച്ച് വെങ്കടേഷിന് ക്രമസമാധാന ചുമതല നൽകും. PV അൻവർ MLA ഉയർത്തിയ ഗുരുതര ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് നടപടി. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ ഫോൺ ചോർത്തി എന്നതുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളാണ് MR അജിത് കുമാറിനെതിരെയുള്ളത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ആരോപണം ഉയർന്നിരുന്നു. ഇന്നും ADGP MR അജിത് കുമാറിനെതിരെ ഗുരുതര ആരോപണമാണ് PV അൻവർ MLA ഉന്നയിച്ചത്. വിവരങ്ങളുമായി TV പ്രസാദ്, R റോഷിപാൽ, R ശ്രീജിത്ത്, റിനു ശ്രീധർ, ഉമേഷ് ബാലകൃഷ്ണൻ എന്നിവർ നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം TV പ്രസാദിലേക്ക്. TV പ്രസാദ്, ഗുരുതരമായ ആരോപണമാണ് ADGP MR അജിത് കുമാറിനെതിരെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും ഉയർന്നത്. എന്നാൽ ഇപ്പോൾ ADGP MR അജിത് കുമാറിനെ തുടർച്ചയായി തെളിവുകളടക്കം ശബ്ദരേഖയടക്കം പുറത്തുവിട്ടുകൊണ്ടുള്ള ആക്രമണമാണ് PV അൻവർ MLA നടത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനം തെറിക്കുന്നു എന്നുള്ളത് ഉറപ്പാവുകയല്ലേ? ഏതാണ്ട് ഉറപ്പാവുകയാണ് സുജയ. PV അൻവർ ഇന്നലത്തെ ആദ്യ ആരോപണം ഉന്നയിച്ച് ഏതാണ്ട് 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് തൻ്റെ ഏറ്റവും വിശ്വസ്തനായ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാറിനെതിരെ അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള നിർണായകമായ തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇന്ന് രാവിലെ കോട്ടയത്തെ പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൻ്റെ തൊട്ട് മുമ്പ് രാവിലെ DGPയെ കണ്ട് ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യുകയും അന്വേഷണത്തിനുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് പിന്നാലെ ADGP MR അജിത് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്ന് സാധാരണ പരിചിതമില്ലാത്ത രീതിയിൽ ചോദിക്കാനുള്ള ചോദ്യങ്ങളെല്ലാം ഒന്നിച്ച് ചോദിക്കുമെന്ന് ഒരുപക്ഷെ ധാർഷ്ട്യത്തോടെയോ അതല്ലെങ്കിൽ സങ്കടത്തോടെയോ ചോദിക്കുന്ന MR അജിത് കുമാറിനെയാണ് നമ്മൾ കണ്ടത്. അത്രയേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടും PV അൻവറിൻ്റെ ആരോപണങ്ങൾക്കെതിരെ ഒരു വാക്ക് മറുപടി പറയാതെ ഒരൊറ്റ വാക്കിൽ മാത്രം ഒതുക്കുന്നു, എല്ലാം സർക്കാർ അന്വേഷിക്കട്ടെ എന്ന്. ആ വാക്കുകളിൽ കാര്യങ്ങൾ വ്യക്തമായിരുന്നു സുജയ. ക്രമസമാധാന ചുമതലയിൽ നീക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. എച്ച് വെങ്കടേഷിന് പകരം ചുമതല നൽകാനുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു. മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് എച്ച് വെങ്കടേഷ്. സുജയ, ഇതിലെ രാഷ്ട്രീയം വ്യക്തമാണ്. മുഖ്യമന്ത്രി അൻവറിന് കൈകൊടുക്കുന്നു, മുഖ്യമന്ത്രി അൻവറിനെ ചേർത്ത് നിൽക്കുന്നു, മുഖ്യമന്ത്രി ഇത്രകാലം വിശ്വസിച്ച MR അജിത് കുമാറിനെ കൈവിടുന്നു. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം. ഇനി അടുത്ത ഘട്ടം P ശശിയിലേക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നത്. ഇനിയിപ്പോൾ ഉത്തരവിറങ്ങുന്നതോടുകൂടി അന്വേഷണം പ്രഖ്യാപിക്കും. അന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അക്കമിട്ട് നിരത്തുമ്പോൾ അതിൽ ഒന്നാമതായി വരാൻ സാധ്യത മന്ത്രിമാരടക്കം മാധ്യമപ്രവർത്തകരടക്കം മറ്റ് പ്രമുഖരടക്കമുള്ളവരുടെ ഫോൺ ചോർത്തുന്നു, ADGP അജിത് കുമാർ ചോർത്തുന്നു എന്ന ആരോപണത്തിൽ തുടങ്ങി ഇങ്ങ് താഴെ വരെ നീളുന്ന നിരവധി ആരോപണങ്ങൾ ഒന്നൊന്നായി അന്വേഷിക്കുമ്പോൾ ADGP അജിത് കുമാറിന് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുമ്പോൾ എവിടേക്കായിരിക്കും പോസ്റ്റിംഗ് കൊടുക്കുക എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അൻവർ ആരോപണം ഇന്നലെ രാവിലെ 11 മണിക്ക് ഉന്നയിച്ച് ഇന്ന് രാവിലെ 11 മണിക്ക് മുമ്പ് അന്വേഷണം പ്രഖ്യാപിച്ചതോടുകൂടി എല്ലാവരും ഉറപ്പിക്കുകയാണ് ADGP MR അജിത് കുമാറിനെ, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ അജിത് കുമാറിനെ മുഖ്യമന്ത്രി കൈവിടുന്നു. ഇനിയിപ്പോൾ മുഖ്യമന്ത്രി ഈ MR അജിത് കുമാറിന് ഒപ്പം ആരോപണം ഉന്നയിച്ച തികഞ്ഞ പരാജയമാണെന്ന് പറഞ്ഞ P ശശിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതും ഏറെ പ്രധാനമാണ്. കാരണം ഉറപ്പായും ADGP MR അജിത് കുമാർ ചെയ്യുന്നത് മുഴുവൻ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി പറഞ്ഞിട്ടാണെന്ന് സുജിത് ദാസിന്റെ ഫോൺ സംഭാഷണം അൻവർ പുറത്തേക്ക് വിട്ടിരുന്നു. അതിലും ഒരു മെസ്സേജ് ഉണ്ട് സുജയ. ഉറപ്പായും ഒരുപക്ഷെ ആ കാര്യത്തിലേക്കും നീങ്ങിയേക്കാം വരും മണിക്കൂറിൽ. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് മുഖ്യമന്ത്രി ഇപ്പോൾ തീരുമാനങ്ങൾ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ചടക്കമില്ലാത്തവരെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന പ്രതികരണം നടത്തിയ ശേഷം അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ക്രമസമാധാനത്തിന്റെ ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ നീക്കുകയാണ്. പകരം ആര് എന്ന ചോദ്യം ഉയരുമ്പോൾ P ശശിയുടെ കാര്യത്തിൽ അതൊരു രാഷ്ട്രീയ തീരുമാനം കൂടി വേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് മുഖ്യമന്ത്രിയുടെ. പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ സംസ്ഥാന കമ്മിറ്റി അംഗത്തിനെതിരെ ഒരു തീരുമാനം വരേണ്ടതുണ്ട്. ഈ PV അൻവർ നടത്തിയ വാർത്താ സമ്മേളനം മുഖ്യമന്ത്രി അറിഞ്ഞുകൂടിയാണ് എന്നതിൻ്റെ സൂചനകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അത് P ശശിയിലേക്ക് കൂടി നീളുമോ? P ശശിയുടെ കാര്യത്തിൽ ഒറ്റയ്ക്ക് മുഖ്യമന്ത്രി ഒരു തീരുമാനം പ്രഖ്യാപിക്കുകയല്ല, അത് പാർട്ടിയുടെ കൂടി നിലപാട് വരേണ്ട വിഷയമാണ്. R ശ്രീജിത്ത് കൂടിയുണ്ട്. ശ്രീജിത്ത്, ഇപ്പോൾ P ശശിയിലേക്ക് നീങ്ങുമോ, അഥവാ P ശശിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വാർത്താ സമ്മേളനത്തിൽ
PV അൻവർ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞാണോ? എന്താണിപ്പോൾ മനസ്സിലാക്കാനാകുന്നത് ഈ നിമിഷത്തിൽ? PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ളത് ADGP MR അജിത് കുമാറിനും ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായ സുജിത് ദാസിനെതിരെയുമാണ്. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ അമിതാധികാര പ്രവണതയോടെ ഇടപെടുന്നു, അല്ലെങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ കണ്ടിട്ടും അക്കാര്യത്തിൽ ഇടപെട്ട് പരിഹരിക്കാൻ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്തിയില്ല, ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിന് വീഴ്ച വന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ PV അൻവർ ഉന്നയിക്കുന്നത്. പൊതുവിൽ ഈ ആക്ഷേപങ്ങൾ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവരുടെ വീഴ്ചകൾ സർക്കാരിന് നാണക്കേടായി മാറിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് MR അജിത് കുമാറിനെതിരെയും സുജിത് ദാസിനെതിരെയും മാത്രമേ തൽക്കാലം നടപടി വരികയുള്ളൂ എന്നാണ്. എന്നാൽ CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇതേപ്പറ്റി ഒരു ചെറിയ പരാമർശം ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ പൊതു രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിവരിക്കുന്ന കൂട്ടത്തിൽ MV ഗോവിന്ദൻ മാസ്റ്റർ ഈ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളെപ്പറ്റി സംസ്ഥാന കമ്മിറ്റിയിൽ പരാമർശിച്ചു പോയി. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. വിശദമായ വിവരങ്ങൾ തനിക്ക് പാർട്ടിക്കും ലഭിച്ചിട്ടില്ല, കാര്യങ്ങൾ പരിശോധിച്ച് വേണ്ടത് ചെയ്യും എന്ന അറിയിപ്പാണ് CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായത്. അപ്പോൾ പാർട്ടി നേരത്തെ സ്മൃതി സൂചിപ്പിച്ച പോലെ തന്നെ സംഘടനാ തലത്തിലുള്ളൊരു പരിശോധന കൂടി നടക്കാതെ P ശശിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം വരില്ല. മാത്രമല്ല MR അജിത് കുമാറുമായിട്ടും സുജിത് ദാസുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ കുറ്റങ്ങളാണ്, ഈ താരതമ്യേന ചെറിയ കുറ്റങ്ങളാണ് P ശശിക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നതും. എന്നാൽ പോലീസിൻ്റെ ഭരണത്തിൽ വലിയ തോതിലുള്ള വീഴ്ചയുണ്ട്, പോലീസ് ഭരണത്തിൽ പോലീസിനെ ഒരു ഏകാധിപത്യ പ്രവണതയോടെ നയിക്കുന്നു തുടങ്ങിയ ആക്ഷേപങ്ങൾ P ശശിക്കെതിരെയും ശക്തമാണ്.